2020 ആപ്പിൾ ഐഫോൺ 12 റിലീസ് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു മൊബൈൽ ഇൻഡസ്ട്രിയിൽ മാഗ്സേഫ് എന്ന് പറയുന്ന ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാഗ്സേഫ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ പുറകിലുള്ള പ്രധാന റീസണായിട്ട് ആപ്പിൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള വയർലെസ് ചാർജിങ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു കോയിൽ കാണും, അതിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വയർലെസ് ചാർജിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള വയർലെസ് ചാർജിങ് പാഡുകളിൽ അല്ലെങ്കിൽ വയർലെസ് ചാർജിങ് ഡിവൈസുകളിൽ ചിലപ്പം അലൈൻമെൻറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ ഡിവൈസ് ചാർജ് ആകത്തില്ല. ഈ പ്രോബ്ലത്തിനെ പരിഹരിക്കാനാണ് ആപ്പിൾ മാഗ്നറ്റ് അതിലേക്ക് ആഡ് ചെയ്തത്. സോ ആ മാഗ്നറ്റിൻ്റെ അലൈൻമെൻറ്റ് കൊണ്ട് കൃത്യമായിട്ട് ഡിവൈസ് അതിലേക്ക് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വയർലെസ് ചാർജിങ് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മാഗ്സേഫ് എന്ന് പറയുന്നത് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടെക്നോളജിയാണ്. അത് അന്നും ഇന്നും ഒരേ രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വയർലെസ് ചാർജിങ് സ്റ്റാൻഡേർഡ്സിന് മാറ്റങ്ങൾ വന്നേക്കാം. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ നിലവിലുള്ളത് Qi2 ചാർജേഴ്സാണ്. Qi 2.2 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഈ Qi 2.2 അല്ലെങ്കിൽ 2.1 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഈ വർഷം ഇറങ്ങിയ ഐഫോൺ 17 സീരീസും കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 16 സീരീസും ഒക്കെയാണ്. 16 Pro സീരീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് 17 സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് ഫാസ്റ്റർ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് സപ്പോർട്ടും ആപ്പിൾ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ Qi 2.2 നല്ല രീതിയിൽ 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് 50% മേളിൽ വയർലെസ്ലി ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ വീഡിയോയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇതേ ടെക്നോളജി നിങ്ങൾക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് മാഗ്സേഫ് കാർ അഡാപ്റ്റേഴ്സ്. ഇതിൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ വാഹനത്തിൽ ഉപയോഗിക്കുന്നതാണ് ലൈസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മാഗ്സേഫ് അഡാപ്റ്റർ. ഇതുപോലുള്ള അഡാപ്റ്റേഴ്സിൻ്റെ ഗുണം എന്ന് പറയുന്നത് 2 ഒന്ന്, നമുക്ക് വയർലെസ് ചാർജ് ചെയ്യാനും സാധിക്കും. അതായത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്ത വാഹനത്തിലാണെങ്കിൽ പോലും നമുക്ക് ഡിവൈസ് വയർലെസ് ചാർജ് ചെയ്യാൻ സാധിക്കും. 2, ഡിവൈസിനെ ഇപ്പോൾ ഈവൻ ചാർജ് ചെയ്യുന്നില്ലാത്ത അവസരങ്ങളിൽ പോലും നമുക്ക് ഒരു ഫോൺ ഹോൾഡറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. സെയിം ടൈം വയർലെസ് ചാർജ് ചെയ്യാം, ഡിവൈസ് ഹോൾഡറായിട്ട് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോഴുള്ള കൺസേൺ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ ക്യാമറയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമോ? കാരണം എപ്പോഴും വണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് കട്ടറിലൊക്കെ ചാടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹോൾഡറിൽ വെച്ചുകൊണ്ട് ക്യാമറയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ സഡൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് ഡിവൈസ് ഡിറ്റാച്ച് ചെയ്ത് താഴെ വീഴുമോ, അങ്ങനെയുള്ള സംശയങ്ങൾ. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞാൻ ESRൻ്റെയും ബെയിൻസ് എന്ന് പറയുന്ന 2 ബ്രാൻഡിൻ്റെയും ഇതിൻ്റെ എല്ലാം നമ്മൾ വീഡിയോസ് യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാ അഡാപ്റ്റേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണം വെച്ചാലും ഡിറ്റാച്ച് ആയി പോകും എന്നുള്ള പേടി വേണ്ട. യൂഷ്വലി വാഹനത്തിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ഫോൺ ഹോൾഡേഴ്സ് പോലെ അല്ല മാഗ്സേഫ് ഹോൾഡേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത വളരെ പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് കൊണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഡിവൈസ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലും ഡിവൈസ് ഡിസ്റ്റർബ് ആകുന്നില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മാഗ്സേഫ് ചാർജേഴ്സിൻ്റെയും കാർ അഡാപ്റ്റേഴ്സിൻ്റെയും ലിങ്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ബയോയിൽ നിങ്ങളിവിടെ ചെക്ക് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബയോ. ഈ ലിങ്ക് പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്.